സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. ചെറിയ പ്രായത്തിൽ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിലായി ജീവിതം രണ്ടറ്റം കൂട്ടിയണിക്കാൻ പാടുപെടുന്ന എന്നെ അവൾ അംഗീകരിക്കുമോ? ഒരാഴ്ച കഴിഞ്ഞാൽ എല്ലാം ഇട്ടു പോകണം. ഇനിയൊരു പക്ഷെ വരുമ്പം സുറുമിയെ കാണാൻ പറ്റുമോ? അപ്പോഴേക്കും അവളുടെ കല്യാണം കഴിയോ? ഹൃദയത്തിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നി അവൻക്ക്. ഇനി കാണോ? എല്ലാം ഈ പ്രായത്തിൻ്റെ കുഴപ്പങ്ങളാകും. അല്ലാതെ ഒറ്റനോട്ടത്തിൽ ഇഷ്ടമാകുമോതൊന്നും അറിയില്ല. കൂടുതൽ ചിന്തിച്ചുള്ള സമാധാനം കളയണ്ട. അതൊട്ടും ആഗ്രഹിക്കുന്നില്ല. എല്ലാം പടച്ചവൻ്റെ വിധി പോലെ വരും. തൻ്റെ വാരിയലിനാൽ സൃഷ്ടിക്കപ്പെട്ടത് സുറുമിയാണേൽ അവളെ തനിക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇതേ സമയം സുറുമിയുടെ മനസ്സ് മുഴുവൻ മഷ്ദൂവിന് ചുറ്റുമായിരുന്നു. വൈകിട്ട് നടന്ന ഓരോ സംഭവങ്ങളിലും ഒന്നുകൂടെ ഒട്ടപ്രദക്ഷിണം നടത്തിയവൾ. ഒരു ടേബിളിനപ്പുറം തന്നെ മഷൂദ് കണ്ടപ്പോൾ അവനക്ക് തന്നെ മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ലെന്ന് അവൾ അത്ഭുതത്തോടെ ഓർത്തു. തന്നെ കണ്ടപാടെ ആഗ്രഹിച്ചതെന്തോ കണ്ട പോലെ കണ്ണുകൾ വിടർന്നതും സഫയോട് പറഞ്ഞിട്ട് തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ അടുക്കലേക്ക് വന്നതും അവൾ ഓർത്തു. അവിടെ നിന്ന് ഇറങ്ങി ആമിക്കുള്ള ബസ് വന്നതിന് ശേഷമാണ് സുറുമിക്കും ഹനക്കും പോകാനുള്ള ബസ് വന്നത്. ബസ്സിൽ അടുത്തടുത്തിരിക്കുമ്പോഴാണ് ഹനയോട് നീ എന്തിനാ അയാളെ മഷൂച്ചാന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചത്. ആ ഒരൊറ്റ ചോദ്യത്തിന് ആളുടെ മുഴുവൻ ബയോഡേറ്റയും പറഞ്ഞവള്. ഇക്കാക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് മഷൂച്ച. ചെറുതിലെ വീട്ടിൽ വരും. മഷൂച്ച പറഞ്ഞിട്ടാ ഞാൻ പുള്ളി അങ്ങനെ വിളിക്കാൻ തുടങ്ങി. മഷൂച്ചയുടെ അനിയത്തിമാരൊക്കെ അങ്ങനെയാണ് വിളിക്കണേ. തുടങ്ങിയപ്പോൾ തന്നെ അലസമയം മുളകൊടുത്ത് കാതും മനസ്സും അയാളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വെമ്പി നിൽക്കുകയായിരുന്നു എന്നവക്ക് തോന്നി. പ്രവാസിയായ ഉപ്പ മരിച്ചതും പാതി മനസ്സോട് ദമാമിലേക്ക് പോയതും ഉമ്മാക്കും പെങ്ങന്മാർക്കും വേണ്ടി കഷ്ടപ്പെടുന്നതും ഒടുവിൽ ഷെറിൻ്റെ നിക്കാഹ് നന്ന് നിഹാലിക്കയെ കെട്ടിപ്പിടിച്ച് കൂടപ്പിറപ്പിൻ്റെ ജീവിതമുഹൂർത്തത്തിൽ ആദ്യ പങ്കുവച്ചതും പറഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അയാളുടെ മനോഭാവം മാറി അവിടെ സ്നേഹവും ബഹുമാനവും നിറയുന്നത് അവൾ അറിഞ്ഞു. മനസ്സ് മുഴുവൻ മഷൂദിൻ്റെ മുഖവും ചിരിയും പിടിക്കപ്പെട്ടപ്പോഴുള്ള അവൻ്റെ ഭാവങ്ങളുമായിരുന്നു. തന്നെ നോക്കിയ കണ്ണുകളിൽ എന്തായിരുന്നു? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ കുടുങ്ങിക്കിടപ്പായിരുന്നു അപ്പോഴും അവളുടെ മനസ്സ്. വാതിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. വാതിൽ തുറന്നപ്പം സൽമാനാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പം സൽമാൻ ഇത് പതിവാണ്. സുറുമിയുടെ റൂമിൽ വരും. അവളുടെ മടിയിൽ തലവെച്ച് കിടക്കും. ഒന്നൊഴിയാതെ എല്ലാം പറയും. സുറുമി അപ്പോൾ നല്ലൊരു ക്ഷേത്രാവാകും. അവൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെ മാത്രം അവൾ പറയും. അല്ലെങ്കിൽ സൽമാന്റെ മുടിയിലൂടെ വിരലുകൾ കോർത്തുകൊണ്ട് എല്ലാം കേട്ടിരിക്കും. സൽമാന് പറയാനുണ്ടായിരുന്നത് സമീറത്തയുടെ കാര്യമായിരുന്നു. അതായത് സൽമാന്റെയും സുറുമിയുടെയും ഇത്താത്ത സമീറ റംസാൻ കഴിഞ്ഞ പെരുന്നാൾക്ക് വന്നു പോയതാണ്. മാസം 8-9 കഴിഞ്ഞു. അവളെ മക്കളെയും കാണാനും കൊണ്ടുവന്ന് കുറച്ച് ദിവസം ഇവിടെ നിർത്താനും കൊതി. ഉമ്മയും പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. അവളും മക്കളും വന്നാലേ വീടുണരൂ. പക്ഷെ റംസിക്കയും വീട്ടുകാരും വിടൂല. പണിയൊക്കെ ആര് തീർക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. കഴിഞ്ഞ പെരുന്നാൾ ലീവിന് 2 ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചതിന് കുറേ വഴക്ക് കേട്ടു. ഉമ്മാൻ്റെ സങ്കടം കണ്ടപ്പോഴാണ് സമീറാക്ക് വിളിച്ചു വരാൻ പറ്റുമെന്ന് ചോദിച്ചത്. റംസിക്കാനോട് ചോദിച്ചപ്പോൾ ഉമ്മാനോട് ചോദിക്കാൻ പറഞ്ഞു. ഉമ്മാനോട് ചോദിച്ചപ്പം നീ പോയ 2 ദിവസം അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. വരണില്ല, പെരുന്നാൾക്ക് പറ്റിയാൽ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം വല്ലാതെ നേർന്നു പോയിരുന്നു എന്ന് തോന്നി സൽമാന്. എത്ര കാലം അവരെ പേടിച്ച് ജീവിക്കും? ഇപ്പം തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ബന്ധമൊഴിഞ്ഞു വന്ന് നിൽക്കുന്നൊരു പെങ്ങളുണ്ട് റംസിക്കക്ക്. അവരുടെ വലിയ 2 മക്കളും. ആകെ കൂടെ അവളുടെ കാര്യം ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നു. സ്വത്തും തറവാടും നോക്കി കെട്ടിച്ചപ്പോൾ ആരും അവിടെ ഉള്ളവരെക്കുറിച്ച് അന്വേഷിച്ചില്ല. അവളുടെ നിക്കാഹ് കഴിയുമ്പോൾ ഞാൻ 6ാം ക്ലാസ്സിലാണ്. 2-3 ദിവസത്തിന് ഇവിടെ വരുമ്പോൾ ഉറങ്ങിത്തീർക്കുന്ന സമീറയെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. പിന്നെ മനസ്സിലായി ഒരു വലിയ തറവാട്ടിലെ ജനങ്ങൾ മുഴുവൻ വിശപ്പാക്കുറ്റുന്നത് അവളെ വെച്ച് വിളമ്പിയിട്ടാണെന്ന്. ഒരുവിധം തറവാട് ഒഴിഞ്ഞു വന്നപ്പോഴേക്കും ഒരാൾ മക്കളെയും കൊണ്ട് അവിടെ താമസമാക്കി. കഴിഞ്ഞ തവണ അവൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ പോകണ്ട, നിന്നെ മക്കളെ പോറ്റാനുള്ളത് വലിയിടത്തവർക്കുണ്ടെന്ന്. അപ്പം അവൾക്ക് പോയേ തീരൂ. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് അവളും മക്കളും ഭാരമാകുമെന്ന്. അവളുടെ കുട്ടികൾക്ക് ഉപ്പില്ലാതാകുമെന്ന്. അവരൊക്കെ ഒരു കാലം വരെ ഉള്ളൂന്നും അത് കഴിഞ്ഞാൽ സുഖമാകുമെന്നും. സൽമാന്റെ വാക്കുകളിലെ സങ്കടവും പരിഭവും സുറുമിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. സെമിത്തയുടെ സ്ഥാനത്ത് ഞാനാണേൽ അങ്ങനെ ചിന്തിക്കൂ. ഇപ്പം സെമിത്തയുടെ വേദന അവർക്ക് മാത്രമാണ്. എല്ലാം ഇട്ടിട്ട് ഇവിടെ വന്നാൽ നമ്മുടെ ഉമ്മയുപ്പയും നമ്മളെല്ലാവരും വേദനിക്കും. എത്ര നോക്കുമെന്ന് നമ്മൾ പറഞ്ഞാലും കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയ റംസിക്കയുടെ പെങ്ങൾ സെമിത്തക്ക് ഭാരമായ പോലെ ഇവിടെ വന്ന് കയറുന്ന പെൺകുട്ടിക്കും അത് ഭാരമാകും. ഉപ്പാടേയും മാടം കാലം കഴിഞ്ഞാൽ സെമിത്ത് ഒറ്റപ്പെടും. അഭിമാനമുള്ള ഏതൊരു സ്ത്രീയും അങ്ങനെ ചെയ്യില്ല. റംസിക്ക നല്ലൊരു ഉപ്പയാണ്. ഇത്താത്ത ഇങ്ങോട്ട് വന്നാൽ ഫഹീമിനും ഫൈറക്കും അവരുടെ ഉപ്പാടെ സ്നേഹം നഷ്ടപ്പെടുത്തും. കഴിഞ്ഞ പ്രാവശ്യം മക്കളെ കാണാൻ നമ്മൾ പോയപ്പം ക്ഷീണിച്ച സെമിത്തെ കണ്ടപ്പം ഞാനൊന്ന് കുറേ വിഷമിച്ചു. അവരുടെ കല്യാണ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്ക്. എന്തൊരു ഹൂറിയായിരുന്നു നമ്മുടെ ഇത്ത. എല്ലാം കേട്ട് നിശബ്ദമായിരിക്കണ സൽമാന് കഴിഞ്ഞുള്ളൂ. കുറച്ചു നേരത്തെ നിശബ്ദതക്കൊടുവിൽ സുറുമി തന്നെ പറഞ്ഞു തുടങ്ങി. സലുക, ഞാനൊരു കാര്യം പറയട്ടെ, അഭിപ്രായം മാത്രമാണേ. പറ. സുറുമിയുടെ മടിയിൽ കിടന്ന് കണ്ണടച്ചുകൊണ്ട് തന്നെ സൽമാൻ പറഞ്ഞു.
സമിത പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ നിൽക്കുന്ന വീട് റംസിക്കും ഇപ്പം അവിടെയുള്ള പെങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. കാലം കൊണ്ടൊന്നെങ്കിൽ വീട് രണ്ടാക്കി വീതം വെക്കണം, അല്ലെങ്കിൽ അത് പെങ്ങൾക്ക് അവകാശപ്പെട്ടത് റംസിക്ക പെങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അവർ ബന്ധമൊഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് വീട് അവർക്കാകാനാണ് ചാൻസ്. അങ്ങനെ തന്നെ ആയിരിക്കും. റംസിക്കക്ക് ഉപ്പയില്ലാത്തത് കൊണ്ട് ഉമ്മയുടെ കാലശേഷം ഇതൊരു ഇഷ്യൂ ആയി വരും. പെങ്ങൾക്ക് ഭർത്താവില്ലല്ലോ, മക്കളൊക്കെ വലുതായി വരുമല്ലേ, അപ്പോൾ വീട് അവൾക്ക് കൊടുത്തേക്കാന്ന് കാരണവന്മാർ പറഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ അറിവിൽ റംസിക്ക നല്ലൊരു ഭർത്താവാണ്, ഉള്ളിലാണ് സ്നേഹം എന്ന് മാത്രം. സമിതക്ക് കൊടുക്കാനുള്ള വീട് ഉപ്പാനോട് സമിതയുടെ പേര് മാറ്റാൻ പറയണം. പറ്റുമെങ്കിൽ അത് കൊടുത്തിട്ടാണെങ്കിലും ഒരു വീടും കാര്യങ്ങളും റംസിക്കാനോട് പറയാം. ഉമ്മാനെയും വേണേൽ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടെ. എന്നിട്ട് റംസിക്ക തടസ്സം പറയുവാണേൽ സമിതാനെ മക്കളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോരണം. അധികമൊന്നും റംസിക്കാക്ക് അവരില്ലാതെ കഴിയില്ല. വർഷം കുറേ അവളിവിടെ കഷ്ടപ്പെടുന്നു. എനിക്ക് അവളും മക്കളും ഭാരമല്ല എന്നൊരു വാക്ക് ഉപ്പയോ നിങ്ങളോ പറഞ്ഞാൽ അവർക്കതിന് ഉത്തരം എതിര് പറയാനായില്ല. ശാന്തമായി സുറുമി പറഞ്ഞത് നിർത്തിയപ്പം സൽമാനും നേരിയ പ്രതീക്ഷ വന്ന പോലെ തോന്നി. വല്ലതും നടക്കൂ റുമിയെന്ന് അവൻ തിരിച്ചു ചോദിച്ചപ്പോൾ നമുക്ക് ഉപ്പാനോട് പറഞ്ഞു നോക്കാമെന്ന് അവളും മറുപടി പറഞ്ഞു. നിനക്ക് പേടിയുണ്ടോടി? നിന്നെ സമിതയുടെ പോലെ തറവാട് സ്വത്ത് നോക്കി കെട്ടിക്കുന്ന്? ഏയ് ഒട്ടുമില്ല. ഉപ്പ വേണമല്ലോ ഇതൊക്കെ നോക്കിയിട്ട് കെട്ടിക്കൂ. പക്ഷെ ഇങ്ങളുണ്ടാവുമ്പോൾ 1000 വട്ടം ചിന്തിച്ച് അന്വേഷിച്ച് തീരുമാനം എടുക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഒരു സമീറയാകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഉപ്പാണ് ആഗ്രഹം പോലെ നല്ല കുടുംബവും നല്ല സ്നേഹമുള്ള ആളുകളൊക്കെ ഉണങ്ങിയ ഒരു വീട്ടിലേക്ക് ഞാൻ നിന്നെ വിടുകയുള്ളൂ. എൻ്റെ കിരീടം വെക്കാത്ത രാജകുമാരിയില്ലേ നീ? സൽമാൻ എഴുന്നേറ്റിരുന്ന് സുറുമിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ച് കണ്ണടച്ച് കാണിച്ചു. സലുക്ക, എനിക്ക് തറവാട് സ്വത്തൊന്നും വേണ്ട, ഉള്ളു നിറയെ സ്നേഹമുള്ള ഒരാളെ മതി. ആരേലും കണ്ടുവച്ചിട്ടുണ്ടോ? സൽമാൻ പുരികം ചൊളിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഇല്ലെൻ്റെ പൊന്നെയെന്നും പറഞ്ഞുകൊണ്ട് കയ്യും കൊപ്പിയങ്ങ് മനസ്സ് തെളിഞ്ഞു നിന്നത് മഷൂദിൻ്റെ മുഖമായിരുന്നു. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചാണ് അവർ ഉറങ്ങാൻ കിടന്നത്. ഒരാഴ്ചക്ക് പ്രത്യേകമൊന്നുമില്ലാതെ കടന്നുപോയി. ഒരു വൈകുന്നേരം സുറുമിക്ക് ഹനക്ക് വിളിച്ചപ്പോഴാണ് മറുഭാഗത്ത് നിന്ന് ഉറക്കമുള്ള സംസാരവും ബഹളങ്ങളും കേട്ട് കാര്യം അന്വേഷിച്ചത്. മഷിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇക്കാക്കയും ഫ്രണ്ട്സാണ് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. ഹന പറഞ്ഞപ്പോൾ പേരറിയാതൊരു നോവ് അവളെ പൊതിയുന്നത് അവൾ അറിഞ്ഞു. ഉമ്മ സ്പെഷ്യൽ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മഷിച്ചേക്ക് കൊണ്ടുപോകാൻ. അതൊക്കെ പാക്ക് ചെയ്യുന്ന സംസാരവും ബഹളമാണ് പറഞ്ഞപ്പോൾ അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ വേണ്ടെന്ന് വെച്ചു. നിഹാലും ഫസലും ഷ്യാമും കൂടിയാണ് മഷൂദിനെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. മഷൂദിനെ ഇറുകെ പുണർന്നുകൊണ്ട് നേരിയ ശബ്ദത്തിൽ ഇനി എന്ന് വരുമെന്ന് നിഹാൽ ചോദിക്കുമ്പോൾ മഷൂദിനും ഉത്തരമില്ലായിരുന്നു. അവരൊക്കെ ഉണ്ടായപ്പം അവരുടെ സംസാരത്തിൻ്റെയും കളിച്ചിരിയുടെയും ഇടയിൽ സങ്കടമെല്ലാം മറന്നിരുന്നു. ഇപ്പം വല്ലാതെ മനസ്സ് വിങ്ങുന്ന പോലെ തോന്നി മഷൂദിന്. ഇറങ്ങുമ്പോഴുള്ള ഉമ്മയോടുള്ള ഷെറിയുടെയും സഫിയുടെയും മുഖം ഓർമ്മ വന്നപ്പോൾ ഹൃദയത്തിന് വല്ലാത്തൊരു ഭാരം തോന്നി അവനക്ക്. ഉമ്മൻ്റെ കുട്ടി ഇനി എന്നാ വരാമെന്ന് ചോദിച്ചുകൊണ്ട് ഉമ്മ പുണർന്നപ്പോൾ ഞാൻ പോകുന്നില്ല ഉമ്മ, നിങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞ് കരയാനാണ് തോന്നിയത്. പക്ഷേ പ്രാരാബ്ദങ്ങളുടെ കണക്കുകൾ മുന്നിൽ തെളിഞ്ഞു നിന്നപ്പം പ്രയാസപ്പെട്ട് ചിരി കൊടുത്തു. നനഞ്ഞ മിഴികൾ കാണാതിരിക്കാൻ വേഗം തിരിഞ്ഞു നടന്നു. നിഹാലിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അവൻ്റെ ഉള്ളം വിങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ടതെന്തോ കളഞ്ഞുപോയ പോലെ അവൻ്റെ മനസ്സ് തേങ്ങിക്കൊണ്ടിരുന്നു. എമിഗ്രേഷൻ കഴിഞ്ഞ് കാത്തിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് കണക്കുകൂട്ടുകളിൽ തുടങ്ങിയിരുന്നു. ഷെറീൻ്റെ കല്യാണം, സഫിയുടെ പഠിപ്പ്, വീട്ടിലേക്ക് മാസാമാസം അയക്കാനുള്ള തുക എല്ലാം അവൻ കണക്കുകൂട്ടി വെച്ചപ്പോഴും ഒരു പ്രതീക്ഷയുമില്ലായിട്ട് പോലും സുഖമുള്ള നോവ് പോലെ മഷിമറുകളുടെ കണ്ണുകളും കാക്കാപ്പുള്ളിയും അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അറ്റത്തായി സ്ഥാനം പിടിച്ചിരുന്നു. തുടരും. ഈ പ്രവാസിയും ഈ മഷിത്തുള്ളി കരിമഷിക്കാരിയും കണ്ടുമുട്ടുമോ? കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ.